10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് അർത്ഥമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ. സീക്വൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. സീക്വൻസ് എന്നത് എ സെറ്റ് ഓഫ് നമ്പേഴ്സാണ്, ഒരു കൂട്ടം സംഖ്യകളാണ്. ഈ നമ്പേഴ്സ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റൂൾ അനുസരിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത്, ഒരു പ്രത്യേക നിയമം അനുസരിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത്. 1 2 3 4. ഫസ്റ്റ് നമ്പർ 1, 1 + 1 2, 2 + 1 3, 3 + 1 4. 1 ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ള റൂളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1 3 5 7. ഫസ്റ്റ് നമ്പർ 1, 1 + 2 3, 3 + 2 5, 5 + 2 7. 2 ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ള റൂളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. 7 + 2 9, 9 + 2 11. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഡോട്ടുകൾ ഇട്ടിരിക്കുന്നത്. 4 8 12 16. ഫസ്റ്റ് നമ്പർ 4, 4 + 4 8, 8 + 4 12, 12 + 4 16. 4 ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക എന്ന റൂളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്പർ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. 16 + 4 20, 20 + 4 24. കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. 2 4 8 16. ഫസ്റ്റ് നമ്പർ 2, 2 + 2 4, 4 + 2 6. ഇവിടെ 6 അല്ല ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 2 പ്ലസ് ചെയ്ത് അടുത്ത നമ്പർ കണ്ടുപിടിക്കുന്ന റൂളല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് നമ്പർ 2, 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32. 1 4 9 16. 1 × 1 1, 2 × 2 4, 3s are 9, 4 4s are 16. പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗങ്ങൾ. നെക്സ്റ്റ് നമ്പർ 5 × 5 25, 6 × 6 36. ഈ സീക്വൻസിൽ ആദ്യം വന്നിരിക്കുന്ന ഈ നമ്പറുകളെ ഫസ്റ്റ് ടേം ഒന്നാം പദം x1 എന്ന് പറയുന്നു. രണ്ടാമത് വന്നിരിക്കുന്ന നമ്പറുകളെ സെക്കൻഡ് ടേം രണ്ടാം പദം x2. മൂന്നാമത് വന്നിരിക്കുന്ന നമ്പറുകളെ തേർഡ് ടേം മൂന്നാം പദം x3. നാലാമത് വന്നിരിക്കുന്ന നമ്പറുകളെ ഫോർത്ത് ടേം നാലാം പദം x4 എന്ന് പറയുന്നു. അപ്പോൾ സീക്വൻസ് എന്നത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. അത് എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റൂൾ അനുസരിച്ചായിരിക്കും. ആദ്യം കിടക്കുന്ന നമ്പറുകളെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം എന്ന് പറയുന്നു. x1 x2 x3 x4. ഏതെങ്കിലും നിയമമനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നു. A set of numbers written as first, second, third and so on according to a particular rule is called a number sequence. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ആകെ 7 എക്സസൈസുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എക്സസൈസിൽ സീക്വൻസ് എഴുതാൻ പഠിക്കുന്നു. സെക്കൻഡ് എക്സസൈസിൽ ഓൾജിബ്ര ഓഫ് സീക്വൻസസ്, ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതാൻ പഠിക്കുന്നു. മൂന്നാമത്തെ തുടങ്ങി 7ാമത്തെ വരെ അർത്ഥമെറ്റിക് സീക്വൻസിനെ കുറിച്ച് പഠിക്കുന്നു. നമ്മൾ എഴുതിയിരിക്കുന്ന ഈ 5 എക്സാമ്പിളിൽ നിന്ന് അർത്ഥമെറ്റിക് സീക്വൻസ് എന്താണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളുക. 1 2 3 4. ഫസ്റ്റ് നമ്പർ 1, 1 + 1 2, 2 + 1 3, 3 + 1 4. ഇവിടെയെല്ലാം 1 ആഡ് ചെയ്താണ് നമ്മൾ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇത് അർത്ഥമെറ്റിക് സീക്വൻസ് ആണ്. ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടുത്തെ ഫിക്സഡ് നമ്പർ 1. 1 3 5 7. 1 + 2 3, 3 + 2 5, 5 + 2 7.
ഇവിടെ 2 ആഡ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഫിക്സഡ് നമ്പർ 2 ആണ്. 4, 8, 12, 16. 4 ആഡ് ചെയ്ത് നെക്സ്റ്റ് ടേം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഫിക്സഡ് നമ്പർ 4 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതർത്ഥം സീക്വൻസാണ്, ഇതർത്ഥം സീക്വൻസാണ്, ഇതർത്ഥം സീക്വൻസാണ്, സമാന്തര ശ്രേണിയാണ്. 2, 4. 2നോട് 2 പ്ലസ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4നോട് 2 പ്ലസ് ചെയ്യുമ്പോൾ 6 ആണ് കിട്ടേണ്ടത്. ഇവിടെ 8 ആണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണി അല്ല, അർത്ഥം സീക്വൻസ് അല്ല. 1, 4, 9, 16. 1 പ്ലസ് 3 4. 4 പ്ലസ് 3 7. ഇവിടെ 9 ആണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഫിക്സഡ് നമ്പർ അല്ല ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അർത്ഥം സീക്വൻസ് അല്ല. A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. വേറെ വിധത്തിലും കൂടി നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്ക് വേറെ വിധത്തിലും കൂടി കണ്ടുപിടിക്കാൻ സാധിക്കും. സീക്വൻസിനെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം എന്ന് നെയിം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസിൻ്റെ ആദർശം ഡി ആണ്. ഡി ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എനി ടേം മൈനസ് ദ പ്രീവിയസ് ടേം. ഏതെങ്കിലും ഒരു പദം മൈനസ് തൊട്ട് മുമ്പിലുള്ള പദം. അപ്പോൾ നമ്മൾക്ക് x2 മൈനസ് x1 എന്നെഴുതാം. x2 2 ആണ്. 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1. വീണ്ടും d ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. തേർഡ് ടേം 3 ആണ്. അപ്പോൾ 3 മൈനസ് 2 ഈസ് ഈക്വൽ ടു 1. d ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വ്യത്യാസം ഈസ് ഈക്വൽ ടു x4 മൈനസ് x3. നാലാമത്തിൽ നിന്നും മൂന്നാമത്തെ ഓർക്കുക. ഏതെങ്കിലും ഒരു പദം മൈനസ് തൊട്ട് മുമ്പിലുള്ള പദം. ഇപ്പോൾ 4 മൈനസ് 3 ഈസ് ഈക്വൽ ടു 1. ഇവിടെ ഡിഫറൻസ് 1, ഇവിടെ ഡിഫറൻസ് 1, ഇവിടെ ഡിഫറൻസ് 1. ഇതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. പൊതു വ്യത്യാസം. കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സീക്വൻസ് എപ്പോഴും അർത്ഥമെറ്റിക് സീക്വൻസ് ആയിരിക്കും. പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഒരു സമാന്തര ശ്രേണിയായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് വൺ അർത്ഥമെറ്റിക് സീക്വൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 1, 3, 5, 7. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. d is equal to x2 minus x1. 3 minus 1 is equal to 2. d is equal to third term minus second term. 5 minus 3 is equal to 2. d is equal to fourth term minus third term. 7 minus 5 is equal to 2. എല്ലായിടത്തും ഡിഫറൻസ് 2 ആണ് കിട്ടിയത്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് 2 ആണ്, പൊതുവ്യത്യാസം 2 ആണ്. ഇത് അർത്ഥമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അടുത്തത് x1, x2, x3, x4. d is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. രണ്ടാം പദം മൈനസ് ഒന്നാം പദം. 8 minus 4 is equal to 4. d is equal to third term minus second term. 12 minus 8, 4. d is equal to fourth term minus third term. 16 minus 12 is equal to 4. ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അർത്ഥമെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് 2, 4, 8. 2, 4, 8, 16. x1, x2, x3, x4.
d is equal to second term 4 minus first term is equal to 2. d is equal to third term മൂന്നാം പദം minus രണ്ടാം പദം 8 minus 4 is equal to 4. ഇവിടെ ഡിഫറൻസ് കോമൺ അല്ലാത്തത് കൊണ്ട് ഇത് അർത്ഥമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല. അടുത്തത് 1 4 9 1 4 9 16 x1 x2 x3 x4. d is equal to second term minus first term. d is equal to 4 minus 1 is equal to 3. d is equal to third term minus second term 9 minus 4 is equal to 5. കോമൺ ഡിഫറൻസ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇത് അർത്ഥമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല. ഇത് പഠിക്കുന്നത് മൂന്നാമത്തെ എക്സസൈസ് തുടങ്ങിയാൽ പഠിക്കുന്നത്, അവിടെ നമ്മൾ കൂടുതലായിട്ട് ഇത് പഠിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സീക്വൻസ് എങ്ങനെ എഴുതാം എന്നതിനെ പറ്റിയാണ്. നമ്മൾ ടെക്സ്റ്റിലെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകുന്നു. ഏത് പദത്തിൽ നിന്നും തൊട്ടുപുറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. ഒരു പദത്തിൽ നിന്ന് പുറകിലെ പദം കുറച്ചു കിട്ടുന്ന ഈ സ്ഥിര വ്യത്യാസത്തെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. An arithmetic sequence is a sequence in which we get the same number on subtracting from any term the term immediately preceding it. This constant difference got by subtracting from any term the just previous term is called common difference of an arithmetic sequence. നമുക്ക് ടെക്സ്റ്റിലെ ഫസ്റ്റ് വീഡിയോ നോക്കാം. ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഇവിടെ 4 സമചതുരങ്ങൾ തന്നിരിക്കുന്നു, 4 സ്ക്വയേഴ്സ് തന്നിരിക്കുന്നു. ഫസ്റ്റ് വണ്ണിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്ററാണ്, അടുത്തതിൻ്റെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്ററാണ്, അടുത്ത 3 സെൻറ്റിമീറ്ററാണ്, അടുത്ത 4 സെൻറ്റിമീറ്ററാണ്. ക്വസ്റ്റ്യൻ നമ്മളോട് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റൂൾ അനുസരിച്ച് വേണം സീക്വൻസ് എഴുതേണ്ടത്. ഇവിടെ നോക്കാം, 3 ക്വസ്റ്റ്യനാണുള്ളത്. ഒന്ന് സീക്വൻസ് ഓഫ് സൈഡ്സ്, വശങ്ങളുടെ ശ്രേണി എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ്, ചുറ്റളവിൻ്റെ ശ്രേണി എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് സീക്വൻസ് ഓഫ് ഏരിയ, പരപ്പളവുകളുടെ ശ്രേണി എഴുതുക. ഇതിനായിട്ട് നമ്മൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. ഒരു സൈഡ് 1 ആണ്, സ്ക്വയർ ആയത് കാരണം 4 സൈഡ്സും ഈക്വലായിരിക്കും. അപ്പോൾ 1 ഇവിടെ 1 1 1. ഇപ്പോൾ ചുറ്റുമുള്ള അളവ് 1 + 1 + 1 + 1. അപ്പോൾ നമുക്ക് 4 കിട്ടും. നമ്മൾ പ്ലസ് ചെയ്യില്ല, അതിന് പകരം പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 × സൈഡ്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 × 1. ഇതിൻ്റെ പെരിമീറ്റർ 4 × 2, ഇതിൻ്റെ പെരിമീറ്റർ 4 × 3, ഇതിൻ്റെ പെരിമീറ്റർ 4 × 4. അങ്ങനെ ആയിരിക്കും ചെയ്യുക. അടുത്തത് ഏരിയ. ഏരിയ ആണ് ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശം. ഇത് സൈഡ് 1 ആണ്, അപ്പോൾ 1 × 1 = 1. 2 × 2 = 4. 3 × 3 = 9. 4 × 4 = 16. അപ്പോൾ ഈ ഫോർമുല നമുക്ക് അറിയാവുന്നതാണ്, അത് ഒന്നും കൂടി ഓർത്തെടുക്കണം നിങ്ങൾ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്.
ആദ്യം എഴുതാൻ പോകുന്നത് സൈഡിൻ്റെ സീക്വൻസ് എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് സൈഡ് 1, കോമ, സെക്കൻഡ് സ്ക്വയറിൻ്റെ സൈഡ് 2, കോമ, അടുത്തതിൻ്റെ സൈഡ് 3, കോമ, അടുത്തത് 4, കോമ, അടുത്തതുണ്ടെങ്കിൽ 5, 6, 7 ഇങ്ങനെ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഡോട്ട്സ് ഇടുക. എഴുതിയിരിക്കുന്നത് സീക്വൻസ് ആണ്, ചെക്ക് ചെയ്യുക. സെറ്റ് ഓഫ് നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. പെർട്ടിക്കുലർ റൂൾ, ഫസ്റ്റ് നമ്പർ 1 പ്ലസ് ചെയ്യുമ്പോൾ 2 കിട്ടുന്നു, 2നോട് 1 പ്ലസ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നു, 3നോട് 1 പ്ലസ് ചെയ്യുമ്പോൾ 4 കിട്ടുന്നു. അപ്പോൾ സീക്വൻസാണ്, സൈഡിൻ്റെ സീക്വൻസാണ്, വശങ്ങളുടെ ശ്രേണിയാണ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്ററിൻ്റെ സീക്വൻസാണ് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞു കഴിഞ്ഞു, ഫോർമുല നമുക്കറിയാം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ്. അപ്പോൾ 4 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 4. 4 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8. 4 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 12. 4 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 16. അപ്പോൾ പെരിമീറ്റർ സീക്വൻസ് 4, 8, 12, 16 എക്സെട്ര. അടുത്ത നമ്മൾ ഏരിയയുടെ സീക്വൻസ് കാണാൻ പോകുന്നത്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ഫസ്റ്റ് സൈഡ് 1 ആണ്, അപ്പോൾ 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1. അടുത്തത് 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4. 3 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 9. 4 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 16. അപ്പോൾ 1, 4, 9, 16 എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് പേജിലുള്ള എക്സാമ്പിളാണ് എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. 4 സ്ക്വയേഴ്സ് തന്നിരിക്കുന്നു. അതിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എന്ന ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈഡിൻ്റെ സീക്വൻസ് എഴുതണം. സൈഡ് 1, 2, 3, 4. തീരുന്നില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടി ഡോട്ട്സ് ഇടുന്നു. അടുത്ത പെരിമീറ്റർ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ 2 വിധത്തിൽ കണ്ടുപിടിക്കാം. 2 + 2 + 2 + 2. എളുപ്പം 4 ഇൻറ്റു സൈഡ്. അപ്പോൾ ആദ്യം 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു 4 16. ഇനി ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഇത് 1 ആണ്, അപ്പോൾ 1 ഇൻറ്റു 1 1, 2 2 സാർ 4, 3 സാർ 9, 4 4 സാർ 16. അപ്പോൾ അതിൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. എന്താണ് ഈ പെരിമീറ്ററും ഏരിയയും തമ്മിലുള്ള വ്യത്യാസം? മിക്കവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ് 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. ചുറ്റുമുള്ള അളവിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പരന്നു കിടക്കുന്ന സ്ഥലം, പ്ലെയിൻ ഫേസ്. ഇതാണ് പ്ലെയിൻ ഫേസിൻ്റെ ഉള്ളിൽ പരന്നു കിടക്കുന്ന സ്ഥലം. അതിനാണ് ഏരിയ എന്ന് പറയുന്നത്. പെരിമീറ്ററും ഏരിയയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാം, എങ്കിലും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പെരിമീറ്റർ ചുറ്റുമുള്ള അളവ്, ആ ചുറ്റുമുള്ള അളവിൻ്റെ ഉള്ളിൽ പരന്നു കിടക്കുന്ന സ്ഥലം, അതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഈ ബുക്കിൻ്റെ ഏരിയ ആണ് ഈ കിടക്കുന്ന സ്ഥലം. ഈ ബോർഡിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത്. അത് നിങ്ങൾ മനസ്സിൽ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനെ പോലെ തന്നെ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4 സ്ക്വയേഴ്സ് തന്നിരിക്കുന്നു. ഒന്നാമത്തിന് സൈഡ് 1, രണ്ടാമത്തിന് സൈഡ് 1 1/2, അടുത്ത 2, അടുത്ത 2 1/2. കണ്ടുപിടിക്കേണ്ടത് സീക്വൻസ് 4 കണ്ടുപിടിക്കാനുണ്ട്. ഒന്നാമത്തത് സൈൻ്റെ സീക്വൻസ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1, 1 1/2, 2, 2 1/2 എക്സെട്ര.
അടുത്ത പെരിമീറ്റർ, അടുത്ത ഏരിയ. ഇനി നമ്മളോട് ഡയഗണലിൻ്റെ സീക്വൻസും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡയഗണൽ സീക്വൻസ് കാണാനുള്ള ഫോർമുലയാണ്, ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സൈഡ് ഇൻറ്റു √2. നോക്കാം. സൈഡിൻ്റെ സീക്വൻസ് ആദ്യം എഴുതാം. 1, 1.5, 2, 2.5, 3, 3.5 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ ഇത് ഹോൾ നമ്പറാണ്, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണെന്നിരിക്കുന്നത്. ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. 1.5 എന്ന് പറയാൻ നേരത്ത് 1 × 2 + 1, 2 × 1 + 1 / 2, 2 × 1 + 1 / 2, 1 × 2 2, 2 + 1 / 2, 2 + 1 3, ഇപ്പോൾ 3 / 2 എന്ന് കിട്ടുന്നു. 2.5, 2 × 4, 4 + 1 5, 5 / 2, 3.5, 2 × 3 6, 6 + 1 7, 7 / 2. നമുക്ക് തന്നിരിക്കുന്ന 1.5, 2.5 എല്ലാം മിക്സഡ് ഫ്രാക്ഷൻ മിശ്രഭിന്നമാണ്. അതിനെ വിഷമഭിന്നമാക്കി മാറ്റണം, ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറ്റണം. അതിനായിട്ട് 1.5 എന്നുള്ളത് 2 × 1 + 1 / 2. അപ്പോൾ 1 × 2 2 + 1 / 2, 3 + 1, 2 + 1 3 / 2. 2.5, 2 × 2 4, 4 + 1 5, 5 / 2, 2 × 3 6, 6 + 1 7, 7 / 2. ഇപ്പോൾ ഇവിടെ 1.5ൻ്റെ പോലെ നമ്മൾ 3 / 2 എഴുതുന്നു, 2 അങ്ങനെ തന്നെ എഴുതുന്നു, 2.5 5 / 2 എക്സെട്ര. നമുക്ക് perimeter is equal to 4 × side, 4 × 1 is equal to 4. അടുത്ത perimeter is equal to 4 × side, side ഇവിടെ 3 / 2, 3 / 2 is equal to 4 3s are 12, 12 / 2 is equal to 6. Perimeter is equal to 4 × 2 is equal to 8. Perimeter 4 × 5 / 2 is equal to 20 / 2 is equal to 10. Perimeter formula 4 × side. Perimeter is equal to 4 × 1 is equal to 4. രണ്ടാമത്തെ perimeter 4 × side, side 3 / 2, 4 × 3 / 2, 4 3s are 12, 12 / 2, 6 എന്ന് കിട്ടുന്നു. Perimeter of third one 4 × 2 is equal to 8. Perimeter 4 × 5 / 2 is equal to 4 5s are 20, 20 / 2 is equal to 10. അപ്പോൾ perimeter sequence 4 6 8 10 etc. ഫസ്റ്റ് നമ്പറിനോട് 2 + ചെയ്ത് നെക്സ്റ്റ് നമ്പേഴ്സ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സീക്വൻസ് ആണ്. അടുത്ത ഏരിയ. ഏരിയയാണ് ഫോർമുലയാണ് സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഏരിയ is equal to 1 × 1 is equal to 1.
Area of second one is equal to side into side. 3 by 2 into 3 by 2. രണ്ട് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂമറേറ്റർ ആദ്യം ചെയ്യുക. അപ്പോൾ 3 into 3 9 by 2 2s are 4. രണ്ട് ഫ്രാക്ഷൻ നമ്മൾ ഇൻഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ആദ്യം ചെയ്യുക. ഇവിടെയും അത് തന്നെ ചെയ്തത്. 4 into 5 by 2 4 by 1 into 5 by 2 എന്നാണ്. 4 into 5 20 1 into 2 2. അപ്പോൾ നമുക്ക് 9 by 4 എന്ന് കിട്ടും. ഇനി 9 by 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 4 2 times. 2 into 4 8. Remainder 1. അപ്പോൾ നമുക്ക് 2 and 1 by 4 എന്ന് എഴുതാം. 2 and 1 by 4. വീണ്ടും ഏരിയ ഈസ് ഈക്വൽ ടു തേർഡ് വൺ ഇൻ്റെ സൈഡ് 2 ആണ്. അപ്പോൾ 2 into 2 ഈസ് ഈക്വൽ ടു 4. അടുത്ത ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് 5 by 2 ആണ്. സൈഡ് ഇൻറ്റു സൈഡ് രണ്ട് ഫ്രാക്ഷനാണ്. ഇൻറ്റു ചെയ്യുമ്പോൾ ആദ്യം ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 5 5s are 25 by 2 2s are 4. ഡിനോമിനേറ്റർ ഇനി മിക്സ് ഫ്രാക്ഷൻ ആക്കാനായിട്ട് 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 times 6 4s are 24 remainder 1. അപ്പോൾ നമുക്ക് 6 and 1 by 4 6 and 1 by 4 ആൻസർ കിട്ടുന്നു. ഏരിയയുടെ നേരെ നമുക്ക് ആൻസർ എഴുതാം. ഏരിയ ഒന്നാമത്തിൻ്റെ സൈഡ് 1 ആണ്. അതുകൊണ്ട് ഏരിയ ആണ്. അപ്പോൾ സൈഡിൻ്റെ സൈഡാണ്. അപ്പോൾ 1 into 1 1. അടുത്തതിൻ്റെ സൈഡ് 3 by 2 ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു 3 by 2 into 3 by 2. രണ്ട് ഫ്രാക്ഷൻ്റെ നമ്മൾ ഇൻഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യാത്ത 3 3s are 9 കിട്ടുന്നു. ഡിനോമിനേറ്റർ ഇൻഡ് ചെയ്യുമ്പോൾ 2 2s are 4 കിട്ടുന്നു. അതിനെ മിക്സ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആദ്യം പറയേണ്ടത് ഇതാണ്. 2 ആണ് ആദ്യം പറയേണ്ടത്. ഇപ്പോൾ 2 and 1 by 4 എന്ന് എഴുതാം. 2 and 1 by 4. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് 2 and 1 by 4 എന്ന് എഴുതാം. അടുത്തതിൻ്റെ സൈഡ് 2 ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് 2 2s are 4. ഫോർത്ത് വണ്ണിൻ്റെ സൈഡ് 5 by 2 ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് 5 by 2 into 5 by 2. രണ്ട് ഫ്രാക്ഷൻ വന്നിരിക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് ആദ്യം ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 5 5s are 25 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുക. 2 2s are 4. മിക്സ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി 25ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6 times. അപ്പോൾ 6 ആദ്യം എഴുതുക. അതിനുശേഷം 1 by 4 എഴുതുക. 6 and 1 by 4 എന്ന് ആൻസർ കിട്ടുന്നു. തീരുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വികരണം. ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റേ വെർട്ടെക്സിലേക്ക് വരക്കുന്ന ലൈനിൻ്റെ പേരാണ് ഡയഗണൽ. ഡയഗണൽസ് ലെങ്ത് കണ്ടുപിടിക്കും. വളരെ സിമ്പിളാണ്. സൈഡ് എത്രയാണ് അതിൻ്റെ കൂടെ √2 എഴുതിയാൽ മതി. പിന്നെ സൈഡ് 1 ആണ്. അപ്പോൾ ഡയഗണൽ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു √2. അപ്പോൾ 1 into √2, അതായത് 1√2. അടുത്തതിൻ്റെ സൈഡ് 1.5 ആണ്. 1.5 എന്ന് പറഞ്ഞാൽ 3 by 2 നമുക്കറിയാം. അപ്പോൾ ഡയഗണൽ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു √2. അപ്പോൾ 3 by 2 √2.
അടുത്ത സൈഡ് 2 ആണ്. അപ്പോൾ ഡയഗണൽ ഈസ് ഈക്വൽ സൈഡ് ഇൻറ്റു റൂട്ട് 2 √2. അടുത്തതിൻ്റെ സൈഡ് 5/2 ആണ്. അപ്പോൾ 5/2 √2. കണ്ടിന്യൂ ചെയ്യുന്ന കാരണം എക്സെട്ര. അപ്പോൾ 2 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ക്വയറിൻ്റെ സൈഡുകൾ 1 2 3 4. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എഴുതാനത് സൈഡ് ഈസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര. അതിനുശേഷം അതിൻ്റെ പെരിമീറ്റർ 4 സൈഡാണ്. ഇപ്പോൾ 4 × 1 4, 4 × 2 8, 4 × 3 12, 4 × 4 16 എക്സെട്ര. അടുത്ത ഏരിയയുടെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ ഫോർമുല സൈഡ് ഇൻറ്റു സൈഡാണ്. 1 × 1 1, 2 × 2 4, 3 × 3 9, 4 × 4 16 എക്സെട്ര. അവർ ഡയഗണൽ ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാം. ഡയഗണൽ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു √2. ഇപ്പോൾ 1 × √2 1 √2, 2 √2, 3 √2, 4 √2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സൈഡുകൾ 1 1 1/2, 2 2 1/2. ഇവിടെ ചിലതെല്ലാം മിക്സഡ് ഫ്രാക്ഷനാണ്. ആ 1 1/2 നമ്മൾ 1 × 2 + 1 3/2 എന്ന് എഴുതും. 2 1/2 2 2 4, 4 + 1 5/2 എന്ന് എഴുതുന്നു ആദ്യം. അപ്പോൾ സൈഡ് വശങ്ങളുടെ ശ്രേണി 1 3/2 2 5/2 എന്ന് കിട്ടുന്നു. ഞാൻ പെരിമീറ്ററിൻ്റെ ചുറ്റളവിൻ്റെ ശ്രേണി എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചുറ്റളവിൻ്റെ ഫോർമുല 4 × സൈഡ്, 4 × വശം. ഇപ്പോൾ 4 × 1 4, 4 × 3/2. ആദ്യം 4നെ 3 കൊണ്ട് ഇൻഡ് ചെയ്യുക. അപ്പോൾ 12/2, 12ൻ്റെ പകുതി 6 എന്ന് കിട്ടുന്നു. അടുത്തതിൻ്റെ സൈഡ് 2 ആണ്. അപ്പോൾ 4 × 2 8. അടുത്തതിൻ്റെ സൈഡ് 5/2 ആണ്. അപ്പോൾ 4 × 5/2. ഇൻഡ് ചെയ്യേണ്ടത് 4 5 are 20, 20/2. 20ൻ്റെ പകുതി 10 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അതിൻ്റെ ഏരിയയുടെ സീക്വൻസ്, പരപ്പളവിൻ്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഏരിയ ആണ് ഫോർമുല സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ 1 × 1 1, 3/2 × 3/2, 3 × 3 9, 2 2 4 ഇസ് ഈക്വൽ ടു 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 2 ടൈംസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. -1 കിട്ടുന്നു. അപ്പോൾ നമ്മൾക്ക് ആദ്യം 2 എഴുതണം, പിന്നെ 1/4 എഴുതുക. അടുത്തതിൻ്റെ ഏരിയ സൈഡ് 2 ആണ്. ഏരിയ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ 2 × 2 4. ലാസ്റ്റ് വൻ്റെ ഏരിയ 2 1/2, അതായത് 5/2. അപ്പോൾ 5/2 × 5/2. 5 5 are 25/2 2 are 4. 25ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 6 ടൈംസ്. അപ്പോൾ 6 and 1/4 നമുക്ക് കിട്ടുന്നു. കണ്ടിന്യൂ ചെയ്യുന്നു. ക്വസ്റ്റ്യനുള്ളത് അതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനാണ്, ഡയഗണൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ്, വികരണങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ്. അവൻ്റെ ഫോർമുല പഠിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുലയാണ്. എങ്കിലും തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഫോർമുലകൾ പ്രത്യേകം എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒരു 200 പേജിൻ്റെ ബുക്ക് വാങ്ങിക്കുക. ബുക്കിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞ ഫസ്റ്റ് പ്രോബ്ലം തുടങ്ങി നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ലെങ്ത് ഓഫ് ഡയഗണൽ ഫോർമുല സൈഡ് ഇൻറ്റു √2. സൈഡ് നമുക്ക് 1 ആണെന്നറിയാം. അപ്പോൾ 1 √2. 3/2 വരാന്ത് ഡയഗണൽ 3/2 √2. 2 ആകുന്നിടത്ത് 2 √2. 5/2 ആണെങ്കിൽ 5/2 √2. അപ്പോൾ 2 പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകുന്നുമ്പായിട്ട് പകുതി എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഹാഫ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കാം. ഇപ്പോൾ 20യുടെ ഹാഫ് എല്ലാവർക്കും അറിയാം 10 ആണെന്നറിയാം. അതായത് 20 × 1/2 = 10.
ടെന്നിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. ഇപ്പോൾ 10 ഇൻറ്റു 1/2. ഇപ്പോൾ 5 കിട്ടും. ഈ 5ൻ്റെ ഹാഫ് കണ്ടുപിടിക്കാൻ 5 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 5/2. ഇനി അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. 5/2 ഇൻറ്റു ഹാഫ് കണ്ടുപിടിക്കാൻ 1/2 കൊണ്ട് എൻഡ് ചെയ്യണം. ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 5 5 ബൈ 2 2 സാർ 4. ഇനി അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. 5/4 ഇൻറ്റു 1/2. 1 ഇൻറ്റു 5 5 ബൈ 4 ഇൻറ്റു 2 8. ഹാഫ് കണ്ടുപിടിക്കാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഏത് നമ്പറിൻ്റെ ഹാഫാണ് കണ്ടുപിടിക്കേണ്ടത് അത് എഴുതുക, ഇൻറ്റു 1/2 എഴുതുക. അപ്പോൾ 20 ഇൻറ്റു 1 20 20/2 10. 10ൻ്റെ ഹാഫ് 10 ഇൻറ്റു 1/2. അപ്പോൾ 10/2 കിട്ടും 5. അടുത്ത് 5ൻ്റെ ഹാഫ് 5 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 5/2. ഇനി 5/2ൻ്റെ ഹാഫ് 5/2 ഇൻറ്റു 1/2. 1 ഇൻറ്റു 5 5 2 2 സാർ 4. ഇനി അതിൻ്റെ ഹാഫ് 5/4 ഇൻറ്റു 1/2. 1 ഇൻറ്റു 5 5 4 2 സാർ 8. അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രോബ്ലം നോക്കാം നമുക്ക്. ഇവിടെ 1 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തു. മിഡ് പോയിൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ സ്ക്വയർ കിട്ടുന്നു. അതിൻ്റെ ഏരിയയുടെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഏരിയയുടെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏരിയ ആണെന്ന് നമുക്കറിയാം, ഫോർമുല അറിയാം, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെ ഏരിയ 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1. ഏരിയ ഈസ് ഈക്വൽ ടു 1. ഫസ്റ്റ് വൺ. ഇനി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൊരു തിയറമാണ്. ദ ഏരിയ ഓഫ് ദി സ്മോൾ സ്ക്വയർ ഈസ് ഹാഫ് ഓഫ് ദി ലാർജ് സ്ക്വയർ. വലിയ സമചതുര പരപ്പളവിൻ്റെ പകുതി ആയിരിക്കും ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. വലുതിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പകുതി പഠിച്ചത് ഇപ്പോൾ. അപ്പോൾ ഒന്നാമത്തെ ഏരിയ 1 ആണ്. അടുത്തതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാണ്ട് പകുതി. അപ്പോൾ 1 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 1/2. പകുതി 1ൻ്റെ പകുതി 1/2. ഇനി മൂന്നാമത്തെ സ്ക്വയർ എടുക്കാനത്ത് 1/2ൻ്റെ പകുതി 1/2 ഇൻറ്റു 1/2. അപ്പോൾ നമുക്ക് 1/4 കിട്ടുന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ 1/4 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 1/8. ഇനിയും നമുക്ക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയും ചെയ്യാം. 1/8 ഇൻറ്റു 1/2 1/16. അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടുന്നത് 1 1/2 1/4 1/8 എക്സെട്ര. ഇനി നമ്മൾക്ക് ടെക്സ്റ്റിലെ എക്സസൈസാണ് ചെയ്യാനുള്ളത്.